RSS തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവുമെന്നാണോ നിരീക്ഷണം? അല്ല, അവർ തയ്യാറാണ്. അവർ ഓൾറെഡി ജമാഅത്ത് ഇസ്ലാമിയായിട്ട് വരെ ചർച്ച നടത്തിയില്ലേ, അവർ റെഡിയാണ്. പക്ഷെ ഇവിടെ എങ്ങനെ ഒരു RSS പല ദിവസമായി ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു RSS തൊട്ട് കഴിഞ്ഞാൽ ഹറാമ രീതിയിൽ ഇമ്മമാരുടെ സാധനം ഉണ്ടാക്കിയുള്ള ആളുകൾക്ക് നേരിട്ട് അത് തുറന്ന് പറയാനുള്ള മടി എന്നുള്ള കാര്യമേ ഉള്ളൂ. അത് പക്ഷെ മാറും. എനിക്ക് തോന്നുന്നു ഇപ്പം പല ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും പല ഘട്ടത്തിലും പല ലക്ഷ്യങ്ങളുണ്ടാകും. അതുപോലെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അല്ല, അതിപ്പോൾ നമ്മൾ മുസ്ലിം രാജാക്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഖിലാഫത്ത് മറ്റേ തുർക്കിയിലെ ഖലീഫിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇസ്താംബുൾ കീഴടക്കിയ ഖലീഫുണ്ട്. അദ്ദേഹം വളരെ സെക്കുലർ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. ജൂതന്മാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ്. പക്ഷേ അദ്ദേഹം ഇസ്താംബുൾ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തലസ്ഥാനമായിരുന്നു, ഈസ്റ്റേൺ ജസീറ തലസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ യുദ്ധമാണ്, കൊന്നൊടുക്കിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്ത്യൻസ് പരസ്പരം കൊന്നൊടുക്കിയിട്ടുണ്ട്, മുസ്ലിംസ് പരസ്പരം കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഉത്തരേന്ത്യയിൽ വന്നിട്ട് മുസ്ലിംസിനെ കൊന്നൊടുക്കിയ നാദിർ ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാനിലെ മുസ്ലിം രാജാവാണ്. അപ്പോൾ അയാളോട് ഖലീഫ വിളിച്ചു, നീ എന്ത് വൃത്തിയോടെ കാണിക്കുന്നത്, മുസ്ലിങ്ങളല്ലേ കൊന്നത്? അപ്പോൾ അയാൾ വന്നു, ഞാൻ മുസ്ലിങ്ങളെന്നല്ല വന്നു, ഖലീമ ചൊല്ലിയ കാഫിറിങ്ങളെയാണ് കൊന്നത്, മുസ്ലിം ആയി എന്നുള്ള ഒരു മുസ്ലിം അല്ല. എന്ത് അങ്ങനെയല്ല, ഇവരെക്കാട്ട് വലിയ മുസ്ലിം തന്നെയാണ്. അപ്പോൾ അതൊക്കെ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സിന്റെ പുറത്ത് ആളുകൾ മുസ്ലിങ്ങളെ മറ്റുള്ളവരും കൊന്നു കഴിഞ്ഞാൽ അത് എന്താണ് ബർമുഡ, അത് ഹിന്ദുക്കൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രൗസർ, ആ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറ്റിയാൽ, എന്നിട്ട് അങ്ങ് ആറ്റിറ്റ്യൂഡ് മാറ്റിയാലേ നമുക്ക് ഇതിന് ആർത്തത് കാണാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഓരോ ഘട്ടത്തിലും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ ലക്ഷ്യം ഉണ്ടാകും. ഇനിയിപ്പോൾ BJP യുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ കുറെക്കൂടി ഉന്നത തലങ്ങളിലേക്ക് അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്, ഇന്ത്യനെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അതിൽ 18 കോടി വരുന്ന മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ അവർക്ക് പ്ലാൻ പറ്റിയല്ല, പോസിബിൾ നോട്ട് പോസിബിൾ. ഈ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുസ്ലിം സ്നേഹം കൊണ്ടല്ല, ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി അത് ഉപയോഗിക്കും. അത് അവർക്കറിയാം. അതെ.